നല്ല സമറയക്കാരൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് ഈ നല്ല സമറയക്കാരൻ്റെ ഉപമ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നല്ല സമറയക്കാരൻ്റെ ഉപമ അവസാനിപ്പിക്കുന്ന കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിയമജ്ഞനോട്, നീയും അതുപോലെ തന്നെ ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ ഇവിടെ 2 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നീയും അതുപോലെ ചെയ്യുക, പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നു കർത്താവ് കൃത്യമായിട്ട് തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിനക്ക് മുറിവുണ്ടാകുന്ന രീതിയിൽ നീ ചെയ്യുക. അത് കൃത്യമായിട്ട് വിധവയുടെ ചില്ലിക്കാശിൻ്റെ സമയത്ത് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വിധവ മറ്റെല്ലാവരുടെക്കാട്ടിലും കൂടുതൽ നൽകി. കാരണം ഇവൾക്കുള്ളത് മൊത്തവും ഇവൾ നൽകി. നമുക്ക് മുറിവുണ്ടാകുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കട്ടെ. വേറൊരു ചോദ്യമുള്ളത്, എന്ന് വരെയാണ് ചെയ്യേണ്ടത്? കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുന്ന എന്തെങ്കിലും കൂടുതലാകുന്നുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് സത്രപ്പ് സൂക്ഷിപ്പുകാരനോട് പറയുന്നത് പോലെ കർത്താവ് വരുന്നത് വരെ ചെയ്യുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല സമറയക്കാരനെ പോലെ നല്ലത് ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് മുറിവുണ്ടാകുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കട്ടെ. കർത്താവ് വരുന്നവരെ നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കട്ടെ. ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ.